ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ നമ്മളൊരു ചോറിന് വേണ്ടിയിട്ട് വെറൈറ്റി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. വെറൈറ്റി എന്ന് പറയും, പക്ഷെ അത് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി കറിയാണ്. നമുക്ക് വളരെ പെട്ടെന്നും ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു ചാറ് കറി ഉണ്ടാക്കുന്നത്. ഞാനല്ല, ഇന്നും അശ്വതിയാണ് കറി ഉണ്ടാക്കുന്നത്. നമ്മളിത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? പപ്പടക്കറി. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലേ. എല്ലാവർക്കും വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പപ്പടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് അങ്ങനെ നമ്മൾ കിച്ചണിലെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കറിയുടെ മെയിനായിട്ടായ പപ്പടം ഇതുപോലെ ചെറിയ രീതിയിൽ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, സബോള, തക്കാളി, കറിവേപ്പില, പിന്നെ പൊടി ഐറ്റംസ് കേട്ടോ. മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി അല്ലേ ഇത്, മസാലക്കൂട്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അങ്ങനെ പപ്പടം നമ്മളിത് വറുത്തെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. പപ്പടമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. ചെയ്തെടുക്കുന്നുണ്ടല്ലോ. സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ നിർത്തി വളരെ പെട്ടെന്ന് തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചോറിന് ഒരു ചാറ് കറി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പപ്പടക്കറി എന്ന് പറയുന്നത്. വീഡിയോസുകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലൊന്ന് കൂട്ടിപ്പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. തുളസിയില പോലെ ഉണ്ടല്ലോ കറിവേപ്പില അല്ലേ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മസാലക്കൂട്ട് ഇട്ടോളൂ. റെഡിഷ് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം മസാലക്കൂട്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമുക്കൊന്ന് സെറ്റായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് ഒഴിക്കാം. ചാറ് വേണ്ട പോലെ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി പപ്പടത്തിന് കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്പിടാൻ. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടായ പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടോളൂ. പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ, കാരണം പപ്പടം അല്ലേ. ഇനി പപ്പട കറി എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഇതാണോ, ഇച്ചിരി വെള്ളം കുറഞ്ഞു പോയി തോന്നിട്ടുണ്ട് കേട്ടോ. തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം കുറച്ച് ചാറ് വേണം ചോറിൻ്റെ കൂടത്തിലേക്ക് ആകുമ്പോൾ. പിന്നെ നമ്മുടെ പപ്പടക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ച് ചാറ് കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിനി ഓവറായിട്ട് ചാറാക്കുന്നില്ല. ആവശ്യത്തിനുള്ള ചാറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയാണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ
പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ശരിക്കും ചാറ് കുറച്ചുകൂടി വേണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വന്ന ചാറ് കുറച്ച് പോയി, ചാറ് കുറച്ച് കുറഞ്ഞു പോയി. അതുകൊണ്ട് തിക്ക് ഗ്രേവി ആയിട്ടായിരിക്കുന്നത്. ശരിക്കും ചാറ് കറി ആണെങ്കിൽ നമുക്ക് ചോറിനോട് കുറച്ചുകൂടി നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചത്. പക്ഷെ ചാറ് കുറച്ച് കുറഞ്ഞു പോയി. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ ചോറിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ആദ്യം നമ്മുടെ പപ്പടം എടുക്കണം കേട്ടോ. പപ്പടം തന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. സംഭവം കേട്ടോ, പപ്പടം നല്ല സോഫ്റ്റ് ആയിട്ട് ആ മസാലയൊക്കെ കൂടുതൽ പിടിച്ചിട്ട് ആ എരിവും ആ ചിക്കൻ മസാലയുടെ ഒക്കെ കൂട്ട് പിടിച്ചതുകൊണ്ട് സംഭവം നൈസാണ്. ഇത് നമുക്ക് പപ്പടക്കറി എടുത്തു. ചോറിൻ്റെ കൂട്ടത്തിൽ കുഴച്ച് സെറ്റ് സാധനം. ഇത് പിള്ളേർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല സോഫ്റ്റ്. പപ്പടം എടുത്തു. പയർ തോരനുണ്ട് കേട്ടോ. നമുക്കിന്ന് അതും കൂടി വെച്ചു. സംഭവം ഒരു വെറൈറ്റി കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്നത് തീർച്ചയായും ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ പപ്പടക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക, ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് അതായിരിക്കും. ബൈ.